ഹലോ മക്കളെ, എന്താണ് വിശേഷം? സുഖമാണോ? അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് 15-നാണ്. അതായത് ഇനി ഒരു 2 ഡേയ്സും കൂടെ ഉള്ളൂ ബഹ്റൈനിൽ. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ രാവിലെ യൂഷ്വലി ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു 10-11 മണിയൊക്കെ ആകും. പക്ഷെ ഇന്ന് എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വെളുപ്പിന് എണീക്കുന്നു തോന്നി. ലൈക്ക് നാട്ടിൽ പോകണമല്ലോ, വർക്ക് ചെയ്യണമല്ലോ, ഇങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ വന്നപ്പോൾ എൻ്റെ ഉറക്കം പോയി. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. സുഹാന എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിനാണ്. പുള്ളിക്കാരിനെ വിളിച്ചൊരു 1 hour സംസാരിച്ചു. പുള്ളിക്കാരി തിരിച്ച് ദുബായിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് നേരം പുള്ളിക്കാരിനോട് സംസാരിച്ചു. കാരണം പിള്ളേരൊക്കെ ഉറങ്ങുന്നു, മനസ്സൊക്കെ ഉറങ്ങുന്നു, എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് രാവിലെ നാട്ടിലേക്ക് അങ്ങനെ ഫോണൊക്കെ ചെയ്ത് അതിനുശേഷം എന്താ പറയുക, അപ്പോഴേക്കും അനസൊക്കെ എഴുന്നേറ്റ് വന്നു. ഞാൻ പുള്ളിനെ പോയി കുറച്ച് നേരം ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു. എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേണേൽ പുറത്ത് പോയി കഴിക്കാം. പക്ഷെ പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാൻ. വേറെ ഒന്നുമല്ല, മടി, അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഫ്രഷ് ക്രീമും ഹണിയും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ബ്രെഡും കഴിച്ചു. ടോസ്റ്റ് ചെയ്തിട്ട് ഫ്രഷ് ക്രീമും ഹണിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ്. അപ്പോൾ അത് കഴിച്ചു. എൻ്റെ ഹസ്ബൻഡ് പുള്ളി എഴുന്നേറ്റു, അനസൊക്കെ എഴുന്നേറ്റു. ആൾക്ക് ഞാൻ ചായയും ഈ പറഞ്ഞ കുബ്സും എഗ് ചില്ലി ഉണ്ടാക്കി കൊടുത്തു. ഒന്നും തോന്നരുത്, ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് അനസക്കാടെ സൗണ്ട് കേൾക്കാം. പുള്ളി നാട്ടിലേക്ക് വിളിക്കുന്ന ബിസിനസ് കോളാണ്. ഇതെനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയുക, എന്നും കേൾക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് എനിക്കൊരു പുതുമയല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ബാക്കിൽ കൂടെ കിടന്ന് ഇമാതിരി ഒച്ചപ്പാടിൽ സംസാരിക്കുന്നതാണ്. പക്ഷെ പുള്ളി ഫോൺ വിളിക്കണമെന്നാണ് നാട്ടിലേക്ക്. ഒന്നും തോന്നരുത്, അത് എന്നുള്ളതാണ്. നാട്ടിലാണെങ്കിലും അതെ, ഇവിടെയാണെങ്കിലും അതെ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ അല്ല ലേറ്റായിട്ട് എണീറ്റാലും പുള്ളിയുടെ ഈ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീക്കാറ്. അതെനിക്കൊരു അലാം പോലെയാണ്. അപ്പം അതുകൊണ്ട് ഒന്നും തോന്നരുത്, ഓക്കെ? ഇനി നമുക്ക് പോയിട്ട് ഇനി അമ്മി ഹേസലിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇത് 2 ദിവസമല്ലേ ഉള്ളൂ, ഇത്രയൊക്കെ ഉറങ്ങിയാൽ മതി. ഇപ്പോൾ 11 മണിയായി അല്ലേ? നമുക്ക് പോയി വിളിച്ചാലോ? ഹേസലിൻ്റെ റൂമാണ്, അവളെ നമുക്ക് പയ്യെ വിളിക്കാം. ഹേസു എണീക്ക്. ഹേസൽ, ഗുഡ് മോർണിംഗ് ഹേസൽ ഫാത്തിം. ലിയാം കാസിമാണ്, എന്നെ കൊല്ലാൻ വരുവാണ്. ബിസിനസ് കോൾ ചെയ്യുന്ന മിസ്റ്റർ അനസ് മുല്ലശ്ശേരി. പിള്ളേരെ 2 പേരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് 2 പേർക്കും ഈ പറഞ്ഞ പോലെ ഒരു പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സെറ്റാക്കി. ഇനി എനിക്കുള്ള പരിപാടി എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. My parents are packing. See? പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ റെഡി ആയതാണ്. അറബിക് ഡിഷ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് പോണത്. ഹൂറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അല്ലേ? ഹൂറയിലല്ലേ ഡ്രൈവ് ചെയ്യണേ? ഹൂറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഡ്രൈവ് ചെയ്യണത്. അവിടെയാണ് കൂടുതലും അറബിക് റെസ്റ്റോറൻറ്റ്സ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും സ്ഥിരമായിട്ട് പോകുന്ന റീഫൽ യമൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ല, അങ്ങോട്ടല്ല ഇപ്രാവശ്യം പോണത്. വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. അസ്സലാത്ത് അൽ യമൻ. എന്തായാലും അറബിക് ഫുഡേ കഴിക്കുള്ളൂ. നാട്ടിൽ പോയാൽ വീണ്ടും സാധാ ഫുഡ് കഴിക്കാനുള്ളതല്ലേ. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറട്ടെ. ഇത് ഇവർ മെനു ഡിസ്കസ് ചെയ്യുകയാണ്. എനിക്ക് ഷവായ മതി എന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് മജ്ലിസ് കാണാം കേട്ടോ. റീഫിൽ മറ്റേ റൊമാൻസിയിൽ ഞങ്ങൾ മജ്ലിസ് കണ്ടില്ലേ, ടേബിളും ഉണ്ടാവും മജ്ലിസും ഉണ്ടാവും. അറബിക് റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം സെർവ് ചെയ്യുന്നൊരു സാധനം കേട്ടോ, മട്ടൺ സൂപ്പ്. നല്ല ടേസ്റ്റാണ്. ഇതിലുള്ളത് മട്ടൺ മന്തിയും ഷവായയാണ്. മട്ടൺ ലിയാമും അൻസക്കായും കൂടെ കഴിച്ചോളും, എനിക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾക്കാണ് ഷവായ, എനിക്കും ഹേസൽ ചിക്കൻ ഷവായ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഡ്രൈവ് ചെയ്ത് ഞങ്ങള് ബീച്ചിന്റെ സൈഡിൽ ഞങ്ങൾ വരാത്ത ഏരിയയാണ്. ബാക്കി 7 സ്ഥലങ്ങളൊക്കെ ഞങ്ങള് വേറെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഹേസിലുണ്ടല്ലോ വണ്ടിക്കകത്തിരുന്ന് പൊരിഞ്ച് അടി കേട്ടോ. അപ്പൊ അനസൊക്കെ എന്താ ചെയ്തെന്നറിയോ? ഇവിടെ ഒരു ഡെസേർട്ട് ആണല്ലോ, ഈ ഡെസേർട്ടില് രണ്ടിടത്തിനെ ഇറക്കി വിട്ടു കേട്ടോ. അവര് അവിടെ നിർത്തിയിട്ട് ഇത് ഓടണുണ്ടോ? നല്ല വെയിലുവാ. സിറ്റി വ്യൂ ആണ് ദൂരെ കാണുന്നത്. അടിപൊളി. വെറുതെ പറഞ്ഞതാണോ? ലിയാമും ഹേസലും അവിടെ ഒരു ഇതിന്റെ മണ്ടേ കയറി ഇടി ഉണ്ടാക്കുന്നുണ്ടോ? കാണാൻ കിട്ടണല്ലേ? അവിടെ നിന്ന് മാറി. ലിയാമും ഹേസലും അവിടെ നിൽക്കില്ല കേട്ടോ. ലിയാമ എങ്ങനെ ഇതിനകത്ത് കയറാൻ പറ്റണേ നോക്കി നിക്ക. ഹേസല് പേര് ദൂരേന്ന് വരുന്നുണ്ട് ഗൈസ്. നമ്മള് വണ്ടി ചെറുതായിട്ടൊന്ന് നിർത്തി കൊടുത്തു. കയ്യിൽ കല്ലാന്ന് തോന്നുന്നു, അതാണ്ട് പിടിച്ചോണ്ട വരുന്നേ. നഷ്ടപ്പെടാനില്ല. വണ്ടി ഞങ്ങൾക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇതിങ്ങനെ പോകും. ഇതുണ്ടോ? അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകും. പോലീസ് ഉണ്ടോ ഇവിടെ? പോലീസ് നിന്ന് നോക്ക്. നീ കല്ലിൽ ഇറങ്ങിട്ടോ. അവിടെ കല്ല് താഴെടാ ആദ്യം. എന്നാ നീ ഇവിടുന്ന് നടന്നു പറഞ്ഞു വരും അങ്ങോട്ട്. അല്ലെ ഹിച്ചേക്ക് ഇട്ടതായിട്ട് വരും. കയ്യിൽ കാശുമില്ലല്ലോ. എന്നാ ക്യാബ് വിളിച്ചു പറയാം, കുഴപ്പമില്ല. എന്താ വേണ്ട? വണ്ടി കയറണോ വേണ്ടോ? നിനക്ക് കയറണോ? റേസലിന് കയറണോ? കല്ല് താഴെ ഇട്ട് ഹാൻഡ്സപ്പ് ആണെങ്കിൽ രണ്ടുപേരും കേറ്റാം. ഹാൻഡ്സപ്പ് ആയോ? ഹാൻഡ്സപ്പ് ആയോ? ഫുൾ ഹാൻഡ്സപ്പ്. ഫുൾ ഹാൻഡ്സപ്പ് ബ്രോ. പോക്കറ്റില് കല്ല്. ആ മണ്ടന്മാരെ കുപ്പിക്കകത്ത് മണ്ണെടുത്തന്നെ മേത്തെറിഞ്ഞു. ഫുള്ള് മണ്ണാക്കി. ഇതൊരു ഐലൻഡാണ്. ഇതിന്റെ പേരാണ് നൂറാൻ ഐലൻഡ്. ഹേസലിന് വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ വെച്ചൊന്ന് ഇറങ്ങി നോക്കി. പക്ഷെ ഇതൊരു ഖബറിസ്ഥാനാന്ന് തോന്നുന്നു. ഫുള്ള് ഖബറാണ് കാണുന്നത്. ഖബർ എന്ന് പറയുന്നത്, ഖബറിസ്ഥാൻ എന്ന് പറയുന്നത് സെമിറ്റേരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും വാഷ്റൂം കാണാനില്ല. ഞങ്ങൾ വണ്ടിക്കകത്തോട്ട് തന്നെ കയറാമെന്ന് വിചാരിച്ചു. ബഹ്റൈൻ്റെ കുറേ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പഴയ ബിൽഡിങ്ങുകളും ഗല്ലികളൊക്കെയാണ് കാണുന്നത്. ഈ ബോട്ട് തന്നെ ഈ കാറിൽ വലിച്ചോണ്ട് പോണേ കണ്ടോ? വീട്ടില് ബോട്ട് പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ബോട്ടിങ്ങിന് വേണ്ടിട്ട് അവര് സീലോട്ട് പോകുന്നു. കോലം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എങ്ങോട്ടാണ്? പൂളിലേക്ക് പോവാണ്. ഹേസലിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചും പോകുന്നതിന് മുന്നേ സ്വിമ്മിംഗ് പൂളിൽ പോകണം.
മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡയമണ്ടിലെ പൂളൊക്കെ. അപ്പം ഞങ്ങൾ പയ്യെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങട്ടെ. ഫോണ് നനയും എന്നതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 30 മിനിറ്റ്സോളം ഞങ്ങൾ പൂളിൽ സ്പെൻഡ് ചെയ്തു. ഇനി ഞാൻ കയറി വെള്ളത്തിൽ നിന്ന് ഹേസലിനെ വിളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ കയറാനുള്ള. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാനുണ്ട്. ഉമ്മർക്കാന്നാണ് പേര്. പുള്ളിയുടെ വീട്ടിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു 30 മിനിറ്റ്സിൽ തിരിച്ച് വീട്ടിൽ ചെല്ലണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇവൾക്ക് ഭയങ്കര മടിയാണ് പൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട്. ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ അവരുടെ ഞങ്ങൾ ഇവിടെ എത്തി. വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഒരു കൊച്ചു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവരുടെ മോളുടെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഫ്ലാറ്റ് തട്ടി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കയറുക. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്താണ് ഇപ്പം ഞങ്ങൾ വേറൊരു മോളിൽ വന്നേക്കാണ്. ഞങ്ങൾ വെറുതെ ഈ മോളിൽ അതൊന്ന് റൗണ്ട് അടിച്ചു. മനസ്സൊക്കെ ഒന്ന് നോക്കാൻ പോലും സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു ഇനി നമുക്ക് നാളെ വരാം. നാളെയൊന്നും വരാനൊന്നും പോകണില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുള്ളീനെ കാണാൻ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. അങ്ങനെ പോണേൻ്റെ മുന്നേ ഉള്ള എൻ്റെ ക്രേവിങ്സ് ആണ് കേട്ടോ. ഈ ലബനൻ ചീസാണ് ബൺസൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് കഴിച്ച് നമ്മൾ നേരെ കിടന്നുറങ്ങും. വേറൊരു പരിപാടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.